രാജ്യതലസ്ഥാനത്ത് ജനോത്സവം 2026 പുരോഗമിക്കുകയാണ്. ജനോത്സവത്തിൻ്റെ ഷോ ഡയറക്ടർ അത് മറ്റാരുമല്ല, ശ്രീ രാജീവ് അഞ്ചലാണ്. പ്രശസ്തനായ സംവിധായകനാണ് അദ്ദേഹമാണ് ഈ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത്. ജനം TV പ്രേക്ഷകർക്കൊപ്പം അദ്ദേഹം ചേരുകയാണ്. സർ, നമസ്കാരം. സർ, ഈ ജനോത്സവം 2026 നാഥൻ അങ്ങാണ്. എങ്ങനെ അതായത് ഈ കലാരൂപം നമ്മൾ ജനോത്സവത്തിൽ ഈ ഇത്രയും അധികം കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു, അത് എങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കലാകാരന്മാർ ഒത്തുചേരുന്ന ഇടം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സന്തോഷം തരുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ ശില്പ വിദ്യാർത്ഥിയായിട്ട് പഠിച്ചിറങ്ങിയ ആളാണ്. അതിനുശേഷമാണ് ഞാൻ കലാസംവിധായകനായിട്ട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ സിനിമകൾ ചെയ്യുന്നു. പിന്നെ വലിയ ശില്പങ്ങൾ സിനിമയുടെ ഇടയിൽ നിന്ന് പോയി ജടായു പോലുള്ള ശില്പത്തിലേക്കൊക്കെ ഒരു അവസരം വന്നപ്പോൾ ഞാനത് അതിൻ്റെ ഇത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വലിയ മരുന്നാണ്. സമൂഹത്തിലെ നമ്മളീ പറയുന്ന എല്ലാ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യത്വമില്ലായ്മയാണെങ്കിലും ഒക്കെ ലോകം മുഴുവൻ പ്രചരിക്കുന്ന ഈ സമയത്ത് ഇതിനൊരു മരുന്ന് എന്ന് പറയുന്നത് കലയിലൂടെ മാത്രമേ പറ്റൂ. ഇതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കലാകാരന്മാരെ ഒത്തുചേർക്കുക, അവരുമായി സംവേദിക്കുക, അവർക്കൊരിടം കൊടുക്കുക, അവരോടൊപ്പം ഇരുന്നത് കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വീണ് കിട്ടിയ ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ 3 ദിവസം എന്ന് പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് മലയാളികളുടെ, അതായത് പ്രവാസികളെന്ന് വേണേൽ നമുക്ക് പറയാം, അവർക്ക് കിട്ടിയ ഒരു വിരുന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഡൽഹിയിലെ ജനോത്സവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇടത് ജിഹാദി ശക്തികൾ കട്ടിംഗ് സൗത്ത്, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഈ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും വിഭജിച്ച് മാറ്റണമെന്നുള്ള ആശയങ്ങൾ പല കോണുകളിൽ പ്രചരിപ്പിക്കുന്നു. ജനോത്സവം അതിന് എത്രത്തോളം മറുപടി നൽകുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു, കല എന്ന് പറയുന്നത് ഇതിനൊക്കെ ഉള്ളൊരു മരുന്നാണ്. കലയെ കലയായിട്ട് കാണുക, കലാകാരന്മാരെ ഒന്നിപ്പിക്കുക, കലാകാരന്മാരുടെ കരുത്ത് കലയിലൂടെ പ്രകടിപ്പിക്കുക. കലയില്ലാത്തിടത്താണ്, കവിത ഇല്ലാത്തിടത്താണ് അരാജകത്വം ഉണ്ടാകുന്നത്. കല നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെ ഉണ്ടായിരുന്നു ഡൽഹിയിലെ ഒരു പ്രേക്ഷകരുടെ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? വളരെ നന്നായിരുന്നു. കാരണം ഡൽഹിയിലെ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളി ശനി ഞായറാണല്ലോ, അവധി ദിവസങ്ങളാണ്. വെള്ളിയാഴ്ച കുറച്ച് അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഒരു എത്തിപ്പെടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സാറ്റർഡേ എന്ന് പറയുന്നത് ഇന്നലെ ഒരു നമ്മുടെ നാട്ടിലൊരു ഉത്സവപ്പറമ്പ് പോലെ ആളുകളിങ്ങനെ ആഹ്ലാദിച്ച് ഒഴുകി നടക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഇന്നും അതുപോലെ തന്നെ സൺഡേ ആണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഞാനിതിൻ്റെ ഒരു ആർട്ടിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ളതിനപ്പുറം എനിക്കിതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് എൻ്റെ സംഘാടകരുടെ സുരേഷ് കുമാർ ആണെങ്കിലും ജയകുമാർജി ആണെങ്കിലും ഇവരുടെ ഒരു പ്ലാനിങ് വളരെ നല്ലതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു പരീക്ഷണമാണ്. ഇതിന് കുറവുകൾ ഉണ്ടായേക്കാം, അത് നമ്മളില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ആ കുറവുകളെ പഠിക്കാനും കൂടെയാണ് ഇപ്രാവശ്യം ഈ ആദ്യത്തെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാ കുറവുകളും മാറ്റി ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്നാണ്, അല്ലെങ്കിൽ ഞാനും ആ ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ്. പ്രേക്ഷകർക്ക് ജനോത്സവം 2027 പ്രതീക്ഷിക്കാം. സംശയം എന്താ, ഇത് തുടക്കമാണിത്. 27 മാത്രമല്ല, 27, 28 ഇതൊരു മഹോത്സവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കരുത്. അത് നശിച്ചാൽ മനുഷ്യത്വം നശിച്ചു പോകും. ആ പവറിലാണ് അത്, ആ ഒരു ആംഗിളിലാണ് ഞാനിതിനെ സമീപിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് യാതൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒന്നും എനിക്കില്ല. എനിക്ക് കലയാണ് എൻ്റെ മതം, കലയാണ് എൻ്റെ രാഷ്ട്രീയം. വളരെ നന്ദി സാർ. കലയാണ് എല്ലാത്തിനും മരുന്ന്. അതാണ് ശ്രീ രാജീവ് അഞ്ചൽ, ജനോത്സവത്തിൻ്റെ ഷോ ഡയറക്ടർ, വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.